വയനാടിനുള്ള കേന്ദ്ര സഹായം ഇനിയും വൈകിയേക്കും. കേരളത്തിന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ലെവൽ 3 വിഭാഗത്തിൽ ദുരന്തത്തെ പെടുത്താനുള്ള ഉന്നതതല സമിതിയുടെ നടപടിക്രമങ്ങളും എവിടെ എത്തിയിട്ടുമില്ല. കേന്ദ്ര സഹായം ഔദാര്യമല്ല എന്നും തന്നില്ല എങ്കിൽ പിടിച്ചു വാങ്ങണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയെ CPM പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം പദ്ധതി സമർപ്പിക്കാത്തതാണ് ഫണ്ട് കിട്ടാത്തതിന് കാരണമായി BJP പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന പോലെ 2024-25 സാമ്പത്തിക വർഷം ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനും നൽകിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കൈമാറിയ 388 കോടിയിൽ 291 കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതം. 394 കോടി രൂപ NDRF ഫണ്ടിലുണ്ട് എന്ന് അക്കൗണ്ട് ജനറൽ അറിയിച്ചിട്ടുമുണ്ട്. അതിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താമെന്നാണ് ആഭ്യന്തര സഹമന്ത്രി കേരളത്തിന്റെ പ്രതിനിധിയായ KV തോമസിന് നൽകിയ കത്തിൽ പറയുന്നത്. വയനാടിന്റെ പ്രത്യേക പാക്കേജായി 1500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ലെവൽ 3യിൽ അത്യന്തം വിനാശകരമായ ദുരന്തങ്ങളുടെ വിഭാഗത്തിൽ വയനാടിനെ ഉൾപ്പെടുത്തുമോ എന്നും തീർച്ചയായിട്ടില്ല. ഉന്നതതല സമിതി ചേർന്ന് ഇതിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നുവെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റേത് വിചിത്രവാദമെന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. NDRF ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട് വയ്ക്കാൻ നൽകാവുന്ന പരമാവധി തുക 1.5 ലക്ഷമാണ്. അത്തരത്തിൽ പല നിബന്ധനകളും NDRF ചട്ടത്തിലുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് വയനാട്ടിൽ പുനരധിവാസം സാധ്യമല്ല. കേന്ദ്രത്തിന്റെ ഈ വാദം സംസ്ഥാനത്തിനെ അപഹസിക്കുന്നതാണ്. അത്യന്തം വിനാശകരമായ ദുരന്തമായി വിലയിരുത്തുന്നതിന് മന്ത്രിതല സമിതിയുടെ സന്ദർശനം അവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ടും ഇക്കാര്യത്തിൽ കാലതാമസം തുടരുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്രത്തിന്റെ മറുപടി ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFുമായി യോജിച്ച സമരത്തിനില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. LDFും BJPയും എപ്പോഴാണ് ഒന്നിക്കുകയെന്ന് പറയാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ്. ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടലുളവാക്കിയാണ്. BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിന്റെ റഫറൻസിന്റെ സമയത്തും പിന്നെ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തീർച്ചയായിട്ടും ഉയർത്തും. ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായ ഒരു വിഷയമാക്കി മാറ്റും. ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ്. SDRF കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. SDRF അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് ഉള്ളതാണ്. ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല, സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. അതാണ് തരാത്തത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട്, ആസാമിന് കൊടുത്തിട്ടുണ്ട്, UPക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും. ന്യൂസ് ഡെസ്ക്.